ഹായ് ആൾ നമ്മളിന്ന് കാൾ ബാക്ക് ഹെൽ എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഒരു കാൾ ബാക്ക് ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടാസ്ക് വൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തു. ഒരു ടാസ്ക് ടു എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ടാസ്ക് വൺ ഒന്ന് കാൾ ചെയ്യാം. ഔട്ട്പുട്ട് കിട്ടി, ടാസ്ക് വൺ കംപ്ലീറ്റഡ് എന്നുള്ള ടാസ്ക് വൺ ഇപ്പം കാൾ ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ടാസ്ക് ടുവിനെ ഈ ടാസ്ക് വൺ ഫംഗ്ഷനകത്ത് കാൾ ചെയ്യാം. കണ്ടില്ലേ, ടാസ്ക് വൺ കംപ്ലീറ്റഡ്, ടാസ്ക് ടു കംപ്ലീറ്റഡ്. ഇങ്ങനെയാണ് നമ്മളൊരു ബേസിക് ആയിട്ട് ഒരു കാൾ ബാക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു ടാസ്ക് വൺ ഒരു ഫംഗ്ഷൻ നമ്മൾ കാൾ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ അകത്ത് മറ്റൊരു ഫംഗ്ഷനെ നമ്മൾ കാൾ ചെയ്യുന്നു. ശരി, ഞാൻ ഇതുപോലെ ഒരു രണ്ട് ഫംഗ്ഷനും കൂടെ ക്രിയേറ്റ് ചെയ്യും. ടാസ്ക് ത്രീ, ടാസ്ക് ഫോർ, ലാസ്റ്റ് അവസാനമായിട്ട് ഒരു ഫംഗ്ഷനും കൂടി കംപ്ലീറ്റഡ്, ഫംഗ്ഷൻ കംപ്ലീറ്റഡ്. ഓക്കെ, അപ്പൊ ഞാനിപ്പം ഒരു 4 ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അവസാനമായിട്ട് ഒരു കംപ്ലീറ്റഡ് എന്നുള്ള ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് എല്ലാ ഫംഗ്ഷനും ഒന്ന് കാൾ ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ എല്ലാ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഓരോ ഫംഗ്ഷനും 1 ബൈ 1 ആയിട്ട് ഇപ്പോൾ കാൾ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഒന്നാമത്തെ ടാസ്ക് വൺ കംപ്ലീറ്റഡ്, ടാസ്ക് ടു, ടാസ്ക് ത്രീ, ടാസ്ക് ഫോർ ആൻഡ് ആൾ ടാസ്ക് ആർ കംപ്ലീറ്റഡ്. ഇതിപ്പോ ഒരു സിങ്ക്രണസ് ഓർഡറിലായിട്ടാണ് ഇപ്പോൾ എല്ലാം കാൾ ആയത്. നമുക്കറിയാം ജാവ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ത്രെഡഡ് ലാംഗ്വേജ് ആണ്. സിങ്ക്രണസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജാവ സ്ക്രിപ്റ്റിൽ കോഡ് ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. സിംഗിൾ ത്രെഡഡ് ലാംഗ്വേജ് ജാവാസ്ക്രിപ്റ്റ്, അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈമിൽ ജാവാസ്ക്രിപ്റ്റിൽ ഒരു പ്രോഗ്രാം ആയിരിക്കും, അറ്റ് എ ടൈമിൽ ഒരു ടാസ്ക് ആയിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. അതായത് പൈത്തൺ, ജാവ ഇതെല്ലാം മൾട്ടി ത്രെഡഡ് ലാംഗ്വേജസ് ആണ്. അതായത് ഇത് മൾട്ടി ത്രെഡഡ്, ഈ ലാംഗ്വേജിലൊക്കെ നമ്മൾ മൾട്ടി ത്രെഡഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ ത്രെഡിനും ഓരോ കാൾ സ്റ്റാക്ക് കാണും. ആ കാൾ സ്റ്റാക്കിലായിരിക്കും അതാത് കോഡ് എക്സിക്യൂട്ട് ആവുന്നത്. ജാവാസ്ക്രിപ്റ്റ് സിംഗിൾ ത്രെഡ് ആണ്. അതായത് ഒരു കാൾ സ്റ്റാക്ക് ജാവാസ്ക്രിപ്റ്റിനുള്ളൂ, അതിലായിരിക്കും നമ്മൾ എഴുതുന്ന കോഡെല്ലാം എക്സിക്യൂട്ട് ആവുന്നത്. ഇതിപ്പോ നമുക്ക് ഇപ്പം ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഓരോ ഫംഗ്ഷൻ ഇപ്പം എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതെല്ലാം നമുക്കറിയാം, ഇതെല്ലാം സിങ്ക്രണസ് ഫംഗ്ഷൻ ആണ്. നമുക്ക് ഈ സിങ്ക്രണസ് ഫംഗ്ഷൻ എല്ലാം ഇപ്പൊ ഒന്ന് അസിങ്ക്രണസ് ഫംഗ്ഷൻ ആക്കി ഒന്ന് മാറ്റാം.
കണ്ടില്ലേ, ഞാനിപ്പോൾ സെറ്റ് ടൈം ഔട്ട് എന്ന് പറയുന്ന ഒരു അസിൻക്രണസ് ഫംഗ്ഷനകത്താണ് കൺസോൾ ഡോട്ട് ലോഗിൽ ഇത് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. ഈ സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് നമ്മളെ വെബ് ബ്രൗസറിലെ ജാവാസ്ക്രിപ്റ്റ് എൻവയോൺമെന്റ് അഥവാ വെബ് API അകത്താണ് ഈ സെറ്റ് ടൈം ഔട്ട് ഉള്ളത്. അപ്പൊ ഇപ്പം നമുക്ക് എക്സിക്യൂട്ട് ആയത് ഇപ്പൊ എന്താണ്? ഇപ്പൊ നമ്മൾ എല്ലാം ഈ ഓർഡർ വൈസ് ആയിട്ടാണ് നമ്മൾ കാൾ ചെയ്തിട്ടുള്ളത്. ടാസ്ക് 1, ടാസ്ക് 2, ടാസ്ക് 3, ടാസ്ക് 4 കംപ്ലീറ്റഡ്. പക്ഷെ നമുക്കിപ്പോ എക്സിക്യൂട്ട് ആയത് കണ്ടില്ലേ, ആദ്യം ആൾ ടാസ്ക് കംപ്ലീറ്റഡ് അതാണ് ഇപ്പൊ എക്സിക്യൂട്ട് ആയത്. അത് കഴിഞ്ഞ് ടാസ്ക് 4 കംപ്ലീറ്റഡ്, പിന്നെ ടാസ്ക് 3, ടാസ്ക് 2, ടാസ്ക് 1. ഇത് കണ്ടില്ലേ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ടാസ്ക് 1 ഇത് കാൾ ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടില്ലേ, ഇതൊരു അസിൻക്രണസ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ അസിൻക്രണസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫംഗ്ഷൻ ഇപ്പം നേരെ പോകുന്നത് എങ്ങോട്ടായിരിക്കും? കാൾ ബാക്ക് ക്യൂ. ജാവാസ്ക്രിപ്റ്റ് റൺ ടൈം എൻവയോൺമെന്റ്, ബ്രൗസറിലെ റൺ ടൈം എൻവയോൺമെന്റിലെ കാൾ ബാക്ക് ക്യൂവിലായിരിക്കും ഇപ്പോൾ ഇത് പോകുന്നത്. അതായത് ഈ കറക്റ്റ് ഈ 3000 മില്ലി സെക്കൻഡ്, അതായത് 3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അത് കാൾ സ്റ്റാക്കിലേക്ക് പോകുന്നത്. അതും എപ്പോൾ ഇതിലുള്ള എല്ലാ സിൻക്രണസ് ആയിട്ടുള്ള കോഡും എക്സിക്യൂട്ട് ആയതിനു ശേഷം മാത്രം. ജാവാസ്ക്രിപ്റ്റ് സിൻക്രണസ് കോഡെല്ലാം എക്സിക്യൂട്ട് ആയതിനു ശേഷം മാത്രമായിരിക്കും ഒരു അസിൻക്രണസ് കോഡ് എക്സിക്യൂട്ട് ആവുന്നത്. അപ്പൊ ഇതിപ്പം കണ്ടില്ലേ, ഇതിപ്പോ ടാസ്ക് 1 3 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോ കൺസോൾ ലോഗിൽ ഇത് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് 3 സെക്കൻഡ് വെയിറ്റിംഗിൽ ഇപ്പൊ ഇരിക്കുകയാണ്. അടുത്ത ടാസ്ക് 2 ഞാനിപ്പം കോൾ ചെയ്ത സമയത്ത് അത് 2 സെക്കൻഡ്. കണ്ടില്ലേ, ടാസ്ക് 2 അത് 2 സെക്കൻഡ് ആണ്. ഇതും ഇപ്പൊ കാൾ ബാക്ക് ക്യൂവിനകത്താണ് പോയിരിക്കുന്നത്. അടുത്തത് നോക്കുന്നു, ടാസ്ക് 3 കാൾ ചെയ്യാൻ നോക്കുന്നു, അത് ഏതാണ്ട് 1 സെക്കൻഡ്, അതും പിന്നെയും കാൾ ബാക്ക് ക്യൂവിലേക്ക് പോകുന്നു. പിന്നെ ടാസ്ക് 4 കണ്ടില്ലേ, 0 സെക്കൻഡ്, 0 സെക്കൻഡ് അല്ല 0, കണ്ടില്ലേ 0 മില്ലി സെക്കൻഡ്. ഇതും ഇപ്പൊ എന്ത് ചെയ്യുന്നു, നേരെ കാൾ ബാക്ക് ക്യൂവിലേക്ക് പോകുന്നു. ദെൻ കണ്ടില്ലേ, എന്തെങ്കിലും സിൻക്രണസ് ആയിട്ടുള്ള കോഡ് എക്സിക്യൂട്ട് ആവാനുണ്ടോ എന്ന് നോക്കുന്നു. കണ്ടില്ലേ, കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സിൻക്രണസ് ഫംഗ്ഷൻ ആണ്. അതായത് ഈ ഒരു ഫംഗ്ഷൻ ആദ്യം ഇപ്പോൾ കാൾ ആവുന്നു, അതാണ് ആൾ ടാസ്ക് കംപ്ലീറ്റഡ്. അത് കഴിഞ്ഞിട്ട് ടൈമർ അവസാനിക്കുന്നത് ഏതാണോ, ആദ്യം ഇതല്ലേ അവസാനിക്കുന്നത്, 0 മില്ലി സെക്കൻഡ് ഉള്ളത്. അപ്പൊ അത് എക്സിക്യൂട്ട് ആവുന്നു, ടാസ്ക് 4 കംപ്ലീറ്റഡ്. അത് കഴിഞ്ഞിട്ട് 1 സെക്കൻഡ് ഉള്ളത്, പിന്നെ 2 സെക്കൻഡ് ഉള്ളത് ടാസ്ക് 2. ഏറ്റവും അവസാനം നമ്മൾ 3 സെക്കൻഡ് ഡിലേ വെച്ചതായിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. ഇതിപ്പം കണ്ടില്ലേ, നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ആദ്യം ടാസ്ക് 1 ഔട്ട്പുട്ട് കിട്ടുന്നത്, ആദ്യം ടാസ്ക് 1 കംപ്ലീറ്റഡ്, അതിനുശേഷം ടാസ്ക് 2, പിന്നെ 3, 4, എന്നിട്ട് ആൾ ടാസ്ക്. ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ ഒരു ഓർഡർ ഇല്ല, നമുക്ക് ഇവിടെ ഒരു ഓർഡറിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് വേണ്ട രീതിയിലേക്ക് മാറ്റാമെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ഇപ്പൊ ടാസ്ക് 1 ഇതിനെ ഞാനിപ്പോ ഇതിപ്പം കാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ടാസ്ക് 1 കംപ്ലീറ്റഡ് കിട്ടി. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ടാസ്ക് 1 കംപ്ലീറ്റഡ് ഇതിന്റെ അകത്ത്, ഈ സെറ്റ് ടൈം ഔട്ട് ഫംഗ്ഷൻ അകത്ത് പോയിട്ട് ടാസ്ക് 2 കാൾ ചെയ്യാം. ടാസ്ക് 1 കംപ്ലീറ്റഡ്, ടാസ്ക് 2 കംപ്ലീറ്റഡ്. എന്നിട്ട് ടാസ്ക് 2 പോയിട്ട് ടാസ്ക് 3 കാൾ ചെയ്യാം. ടാസ്ക് 1, ടാസ്ക് 2, ടാസ്ക് 3. അതുപോലെ തന്നെ നമുക്ക് തന്നെ ഈ ടാസ്ക് 3 പോയിട്ട് ടാസ്ക് 4ഉം, ടാസ്ക് 4 പോയിട്ട് ഈ കംപ്ലീറ്റഡും നമുക്ക് കാൾ ചെയ്യാം. കണ്ടില്ലേ, ഇതിനെയാണ് നമ്മൾ കാൾ ബാക്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, അതിനകത്ത് മറ്റൊരു ഫംഗ്ഷൻ കോൾ ചെയ്ത്, അതിപ്പം നെസ്റ്റഡ് ആയിട്ട് പോയിട്ടുള്ള ഒരു കാൾ ബാക്ക് ഫംഗ്ഷൻസ് ആണ് ഇത്. കണ്ടില്ലേ, ഓരോ ഫംഗ്ഷനും നെസ്റ്റഡ് ആയിട്ട് അതാത് കാൾ ബാക്ക് വിളിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട കറക്റ്റ് ഔട്ട്പുട്ട് ഇപ്പം കിട്ടി. ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താണ്, ഈ ടാസ്ക് 1
1ന്റെ അകത്ത് പോയിട്ട് ടാസ്ക് 2 കാൾ ചെയ്തിട്ടുണ്ട്, ടാസ്ക് 2വിനകത്ത് പോയിട്ട് ടാസ്ക് 3. ഇങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് ഓരോ ഫംഗ്ഷനകത്തും കാൾ ബാക്ക് ആയിട്ട് ഒരു ഫംഗ്ഷൻ നമുക്ക് ആ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്ത് കാൾ ചെയ്യാം. അങ്ങനെ ചെയ്യാം. അതായത് ഞാനിപ്പം ഇതിനെടുത്ത് എല്ലാം മാറ്റുന്നു. ടാസ്ക് 1 ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ കാൾ ചെയ്തപ്പം ടാസ്ക് 1 കംപ്ലീറ്റഡ് ഔട്ട്പുട്ട് കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് ടാസ്ക് 2 കാൾ ചെയ്ത് കൊടുക്കാം. ടാസ്ക് 2 അല്ലേ, ടാസ്ക് 1 അതിൻ്റെ അകത്ത് നമുക്ക് ടാസ്ക് 2 പോയിട്ട് കാൾ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ ഇപ്പം നമ്മളിപ്പോൾ ഒരു ആരോ ഫംഗ്ഷൻ പാസ് ചെയ്തിട്ടുണ്ട്, ഇത് ഇവിടെ കിട്ടും. നമുക്കൊരു കാൾ ബാക്ക് എന്നുള്ള ഒരു പാരാമീറ്റർ നെയിം കൊടുക്കാം, എന്നിട്ട് അത് ഇവിടെ കാൾ ചെയ്ത് കൊടുക്കാം. ഉണ്ടല്ലേ, ഇതിപ്പോ ഈ കാൾ ബാക്ക് എന്ന് പറയുന്നത് എന്താണ്, ഈ ടാസ്ക് 2 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ പാസ് ചെയ്ത് വിട്ട ഈ ഒരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ ഇവിടെ കിട്ടുന്നു, എന്നിട്ട് ഇവിടെ കാൾ ആവുന്നു. എന്നിട്ട് നമുക്ക് ഇവിടെ പിന്നെയും വന്നിട്ട് ഇതിന്റെ അകത്ത് പോയിട്ട് നമുക്ക് ടാസ്ക് 3 കാൾ ചെയ്ത് കൊടുക്കാം. ടാസ്ക് 3 അതിന്റെ അകത്ത് പോയിട്ട് പിന്നെയും നമുക്ക് ടാസ്ക് 4 കാൾ ചെയ്ത് കൊടുക്കാം. ടാസ്ക് 4 ഏറ്റവും അവസാനം നമ്മളെ കംപ്ലീറ്റഡ് എന്ന് പറയുന്ന ഇതും കൂടെ പാസ് കൊടുക്കുക. ഇപ്പൊ എന്ത് ചെയ്തു, ഓരോ ടാസ്കും ഓരോ ഫംഗ്ഷനകത്തും അത് നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ട് ഒരു കാൾ ബാക്ക് ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, അതിന്റെ അകത്തും നെസ്റ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ഫംഗ്ഷൻസ് നമ്മൾ പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് കാൾ ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ, നമ്മൾ ഇപ്പം ചെയ്ത രീതിയിൽ നമുക്ക് കറക്റ്റ് ആ ഓർഡറിൽ എല്ലാ ഫംഗ്ഷനും എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കാൾ ബാക്ക് ഫംഗ്ഷൻസ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇതിനെയാണ് ഇതിപ്പം കണ്ടില്ലേ, ഇതിപ്പം ചെയ്ത സമയത്ത് നമുക്ക് റീഡബിലിറ്റി കുറവാണ്. പിന്നെ ഇതേപോലെ ഇറർ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കും. എല്ലാ ഫംഗ്ഷനകത്തും പോയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇറർ ഹാൻഡിൽ ചെയ്യണം. ഇങ്ങനെ കുറച്ച് പ്രശ്നം ഈ കാൾ ബാക്ക് ഫംഗ്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ നെസ്റ്റഡ് ആയിട്ട് കാൾ ബാക്ക് ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നു. ഇതിനെയാണ് നമ്മൾ ഒരു കാൾ ബാക്ക് ഹെൽ എന്ന് പറയുന്നത്. പിരമിഡ് ഓഫ് ഡൂം എന്നും ഇത് പറയും. അപ്പൊ നമ്മൾ ഈ ഒരു സംഭവത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ പ്രോമിസസ് ഉപയോഗിക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പ്രോമിസസ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി നമുക്ക് ഇപ്പൊ എഴുതിയ കോഡ് തന്നെ ഈ ആരോ ഫംഗ്ഷൻ മാറ്റിയിട്ട് നോർമൽ ഫംഗ്ഷൻ വെച്ചിട്ട് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ടാസ്ക് 1 ഇപ്പം കാണായിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യണം. എന്താണ്, ടാസ്ക് 2. ഇതിപ്പം ഈ ഒരു ഫംഗ്ഷനാണ് ഇപ്പം ഉണ്ടല്ലേ, ഒരു ഓപ്പൺ ഫംഗ്ഷൻ. അത് റിട്ടേൺ ടാസ്ക് 2 ആണ് റിട്ടേൺ ചെയ്യുന്നത്. അത് ഈ കാൾ ബാക്കിൽ കിട്ടും. ഈ കാൾ ബാക്കിൽ കിട്ടും, എന്നിട്ട് അത് എക്സിക്യൂട്ട് ആവും.
return task 3 function return task 4 കണ്ടില്ലേ? അല്ലേ, നമുക്ക് എല്ലാം ഇപ്പം എക്സിക്യൂട്ട് ആയി കിട്ടിയിട്ടുണ്ട്. അതായത് ടാസ്ക് 1ൽ ഇപ്പം നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നത് ഈ ഒരു ഫംഗ്ഷനാണ്. അതിൽ അതാത് ഫംഗ്ഷൻ നമുക്ക് ഇവിടെ നിന്ന് കാൾ ബാക്ക് കൺസോൾ ലോഗിൽ കാൾ ബാക്ക് പ്രിന്റ് ചെയ്യണം. ടാസ്ക് 1 കംപ്ലീറ്റഡ്. കണ്ടില്ലേ, നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ ചെയ്ത ആ ഒരു ഫംഗ്ഷനാണ് ആ കാൾ ബാക്ക് ആയിട്ട് ഇവിടെ കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനെ ഇവിടെ നിന്ന് കാൾ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവും. നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ ഈ ഒരു ആരോ ഫംഗ്ഷനും അല്ലാതെ ഈ ഒരു ഫംഗ്ഷനും അല്ലാതെ നമുക്ക് എഴുതി നോക്കാം. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ടാസ്ക് 1 കോൾ ചെയ്തു. ടാസ്ക് 1 കംപ്ലീറ്റഡ്. ഇനി ഇതിൻ്റെ അകത്ത് ടാസ്ക് 2 ഒന്ന് പാസ് ചെയ്ത് നോക്കാം. ടാസ്ക് 2 ഇപ്പം എന്ത് സംഭവിച്ചു? ടാസ്ക് 1 കംപ്ലീറ്റഡ്. ടാസ്ക് 2 ഞാനിവിടെ ടാസ്ക് 2 പാസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഈ ടാസ്ക് 2 ഞാൻ പാസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. കൺസോൾ ചെയ്ത് നോക്കാം. അല്ലേ, ടാസ്ക് 2 ഞാൻ ഇവിടെ നിന്ന് ഒരു ടാസ്ക് 1 ആ ഫംഗ്ഷൻ കാൾ ചെയ്തിട്ട് ടാസ്ക് 2 ആണ് പാസ് ചെയ്ത് വിട്ടത്. കണ്ടില്ല, ആ ഒരു ഫംഗ്ഷൻ മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട് അവിടെ. ഈ ഒരു ഫംഗ്ഷൻ മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ആണ് നമ്മൾ ഇവിടെ നിന്ന് കാൾ ചെയ്തത്. പക്ഷെ നമുക്ക് ഇതിപ്പം ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ പാസ് ചെയ്ത് വിടാം. പക്ഷെ ഇതൊരു ഫംഗ്ഷൻ നെസ്റ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ സീരീസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പാസ് ചെയ്ത് വിടാൻ പറ്റത്തില്ല. കാരണം ഇനിയിപ്പം ടാസ്ക് ത്രൂ നമുക്ക് കാൾ ചെയ്യണ്ടേ. അപ്പം ഞാനിത് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് കാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആദ്യം എക്സിക്യൂട്ട് ആവുന്നത് ടാസ്ക് 2 ആയിരിക്കും. കാരണം ഇപ്പൊ ടാസ്ക് 1ന്റെ അകത്തുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് ടാസ്ക് 2. അപ്പൊ ഇത് ടാസ്ക് 2 മൊത്തത്തിൽ എക്സിക്യൂട്ട് ആയതിനു ശേഷം അതിന്റെ വാല്യൂ ആയിരിക്കും പാസ് ചെയ്യാനായിരിക്കും നോക്കുന്നത്. കണ്ടില്ലേ? അപ്പം ഇതാണ് കാൾ ബാക്ക് ഹെൽ. നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രോമിസ് എന്താണെന്ന് നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.